ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗൂഗിൾ പേ ആപ്പിനെ കുറിച്ചുള്ള ഒരു സംഗതിയാണ്. മുമ്പ് നമ്മുടെ പഴയ ചാനലിൽ അത് യൂട്യൂബ് കൊണ്ടുപോയി അത് അടിച്ചു പോയി. ആ ചാനലിൽ വീഡിയോ അടക്കം പോയി. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ആപ്പിൽ നമ്മൾ ഒരു ഫോൺ നമ്പർ 2 ബാങ്ക് അക്കൗണ്ട് അതെങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ കുറേ ആൾക്കാരത് ഓൾറെഡി കണ്ടതുണ്ടാവും, പിന്നെ കുറേ ആൾക്കാർക്ക് അറിയുന്നതുണ്ടാവും. എന്നിരുന്നാലും എൻ്റെ പഴയ ചാനൽ ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ പുതിയ ചാനലിലേക്ക് വേണ്ടിയിട്ട് പുതിയ ആൾക്കാർക്ക് കാണാൻ വേണ്ടി, അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്നുകൂടി ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ. അപ്പോൾ ഒരു ഫോൺ നമ്പർ 2 ബാങ്ക് അക്കൗണ്ട് അതെന്താ അതിലെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു സമയത്തുണ്ടായ ഒരു അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന്. കാരണം എനിക്കറിയത്തില്ലായിരുന്നു ഒരു സമയത്ത്. കാരണം എനിക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഒരു ഫോൺ നമ്പറാണുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പേയ്മെൻറ്റ് അയച്ചു തരികയാണ്. കുറച്ച് പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ പേയ്മെൻറ്റ് എത്രയെന്ന് കറക്റ്റ് ഓർമ്മയില്ല, കുറേ മുമ്പേ ആണ്. അപ്പോൾ എനിക്ക് അയച്ചു തരുമ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അയക്കാനും പറ്റുന്നില്ല, എനിക്ക് റിസീവ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ 2 ബാങ്ക് അക്കൗണ്ടാണ്, ഫെഡറൽ, ഇസാഫ്, 2 ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും പിന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോഴൊക്കെ ഫെഡറലിലേക്കാണ് എനിക്ക് റിസീവ് ആവുന്നതും പേയ്മെൻറ്റ് ഞാൻ ചെയ്യുന്നതും. പക്ഷേ ആ പേയ്മെൻറ്റ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഫെഡറൽ മാറ്റിയിട്ട് എനിക്ക് ഇസാഫ് ബാങ്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫെഡറലിലേക്ക് മാത്രമേ റിസീവ് ആവുന്നുള്ളൂ, എൻ്റെ സെക്കൻഡ് ബാങ്കിലേക്ക് റിസീവ് ആവുന്നില്ല. അതെന്താണ്, അതെങ്ങനെയാണ് അവന് റിസീവ് ചെയ്യാമെന്നൊക്കെ ഞാൻ നോക്കി, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ എക്സാമ്പിൾ ഒരു കോണ്ടാക്ട് എടുത്തു, അവിടെ പേ ചെയ്യാണ്, ഒരു 100 രൂപ പേ ചെയ്യാം. പേ ചെയ്യുമ്പോൾ എനിക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നത് എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടാണ് പേയ്മെൻറ്റിന് വേണ്ടി വരുന്നത്. എന്നിരുന്നാലും എനിക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം ഏത് ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് അയക്കണം എന്നുള്ളത്. അതെനിക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫെഡറൽ ബാങ്കിലേക്ക് മാത്രമേ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, മറ്റുള്ള അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിന് ഞാൻ ചെയ്തത്, പേയ്മെൻറ്റ് നമുക്ക് വേറെ അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി ചെയ്തത്, നമ്മുടെ യൂസർ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതായത് നമ്മുടെ ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് നമുക്ക് കാണാൻ പറ്റും. ആ ബാങ്ക് അക്കൗണ്ടിന്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും എല്ലാ അക്കൗണ്ടിന്റെ കൂടെയും സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ പ്രൈമറി എന്ന് കാണിക്കുന്നത് ഒരേ ഒരു ബാങ്ക് അക്കൗണ്ടിനാണ്, ഫെഡറൽ ബാങ്കിനാണ് പ്രൈമറി എന്ന് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ പേയ്മെന്റ് റിസീവ് ചെയ്യേണ്ടത് ആ റിസീവ് ചെയ്യേണ്ട അക്കൗണ്ട് ആണ് നമ്മൾ പ്രൈമറി ആക്കി വെക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇസാഫിലേക്കാണ് പേയ്മെന്റ് റിസീവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇസാഫ് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ സെറ്റ് ആസ് പ്രൈമറി അക്കൗണ്ട് എന്നുണ്ടാവും. ആ സെറ്റ് ആസ് പ്രൈമറി അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇസാഫ് ബാങ്ക് അക്കൗണ്ട് പ്രൈമറി ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണാം പ്രൈമറി എന്നുള്ളത് ഇസാഫ് ആണ്. ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതും ഡിഫോൾട്ട് ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നതും ഇസാഫ് ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ്. ഞാൻ പേയ്മെന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണിക്കുന്നത് ഇസാഫ് ബാങ്ക് അക്കൗണ്ട് ആണ്. ഏതാണോ പ്രൈമറി അതാണ് ഡിഫോൾട്ട് ആയിട്ട് കാണിക്കുക. ഇപ്പൊ റിസീവ് ചെയ്യുന്നതും ഇസാഫ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് റിസീവ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.